ഭയങ്കര വലിയൊരു രീതിയിലുള്ള ഒരു അലംഭാവത്തിൽ നിന്ന് മാത്രം ഉണ്ടായ ഒരു അപകടമാണ് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇത്രയും പേരും അത്രത്തോളം വെന്ത് മരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായതും ഇവരുടെ എല്ലാവരുടെയും ഈ ഒരു പാകപ്പിഴവ് കൊണ്ട് മാത്രം ഉണ്ടായിട്ടുള്ളതാണ്. ഈ ഒരു സംഭവം നടക്കുന്നത് കഴിഞ്ഞ 24 തീയതി ഒക്ടോബർ ഏകദേശം പുലർച്ചെ 3 മണിയോട് ബൈക്കുമായിട്ട് കൂട്ടിയിടിച്ചിട്ടാണ്. ആ ഒരു ബൈക്കിനകത്തുണ്ടായിരിക്കുന്ന 2 പേര് മദ്യപിക്കുകയും അവർ അതിനുശേഷം അവിടെ നിന്ന് ബൈക്ക് എടുത്ത് നല്ല മഴയായിരുന്നു. അവരുടെ ബൈക്ക് സ്കിഡ് ആവുകയും അവിടെ ഉണ്ടായിരിക്കുന്ന ഒരു ഡിവൈഡറിൽ പോയി ഇടിക്കുകയാണ്. ശങ്കർ ആ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടുകയാണ്. ബാക്കി ഇരിക്കുന്ന സ്വാമി തെറിച്ച് വീഴുകയും അയാൾ ചെന്ന് ഈ ഒരാളെ ചെന്ന് എടുത്ത് നോക്കുമ്പോൾ അദ്ദേഹം ജീവനൊന്നുമില്ല. ഈ ബൈക്ക് സെൻട്രൽ തന്നെയാണ് കിടക്കുന്നത്. ആ ഒരു സെൻട്രിൽ കിടക്കുന്ന ബൈക്കിനെ ഈ ഇവിടെ നിന്ന് വരുന്ന ബസ് അങ്ങനെ ഒരു ബൈക്സിലേക്ക് ഇടിച്ചു കയറിയെന്നാണ് പറയുന്നത്. ഒരു 80 കിലോമീറ്റർ മാക്സിമം സ്പീഡ് ലെവൽ ഉണ്ടായിരിക്കുന്ന ഒരു ലിമിറ്റ് ഉണ്ടായിരിക്കുന്ന ഒരു റോഡിൽ കൂടെ 80-ൽ മുകളിൽ 90-100 സ്പീഡിൽ വളരെ സ്പീഡിലാണ് വന്നുകൊണ്ടിരുന്നത്. ആ ഒരു ഡ്രൈവർ അതിനകത്തോട്ട് ഇടിച്ചു കയറുകയും ഏകദേശം 300 മീറ്ററോളം 1/2 കിലോമീറ്ററിന് അടുപ്പിച്ച് ആ ദൂരത്തേക്ക് ബൈക്കിനെയും വലിച്ചുകൊണ്ട് പോയി, അതിന്റെ മേളിൽ കൂടെ പോയി വലിച്ചുകൊണ്ട് പോയാ നിൽക്കുന്നത്. അങ്ങനെ സ്പാർക്ക് ഉണ്ടാകുകയും ആ ഒരു സ്പാർക്ക് പിന്നീട് പെട്രോൾ ടാങ്കിലേക്ക് പിടിക്കുകയും പിന്നെ ഒരു തീ ആളി കത്തുകയാണ്. ഡ്രൈവർ പെട്ടെന്ന് പാനിക് ആയിട്ട് ഈ ഒരു ഗ്ലാസ് പൊളിച്ച് ചാടി ഓടി രക്ഷപ്പെടുകയാണ്. എല്ലാവരും ഉറങ്ങിക്കിടക്കുകയാണ്. തീ പിടിച്ചത് ഒരു കാര്യം ആർക്കൊന്നും മനസ്സിലാവുന്നില്ല. അതിനകത്ത് ചില ആളുകൾ ഉണർന്ന് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയുന്ന സമയത്ത് നോക്കുമ്പോൾ മൊത്തം ഇരുട്ടാണ്. ആ ഒരു സമയത്ത് ചെറിയ രീതിയിലുള്ള പുകകൾ കാര്യങ്ങളെല്ലാം ആ ഒരു ബസ്സിനകത്ത് ഉണ്ടാവുകയും എന്താണ് സംഭവിച്ചെന്ന് പോലും മനസ്സിലാകുന്നില്ല. പുക കണ്ട് പേടിച്ച ആളുകൾ പുറത്തേക്ക് ചാടാൻ നോക്കുന്ന സമയത്താണ് ഡോർ സ്റ്റക്കായിട്ട് നിൽക്കുന്നത്. ഈ ഒരു സ്ഥലം പൊട്ടിച്ച് പുറത്തെടുക്കാൻ നോക്കുന്ന സമയത്ത്, പുറത്ത് ചാടാൻ നോക്കുന്ന സമയത്ത് അതിനകത്ത് എമർജൻസി എക്സിറ്റ് എന്ന് പറയുന്ന സംഭവമില്ല. ഇതിനകത്തുനിന്ന് പുറത്ത് ചാടാൻ വേണ്ടി ഒരു തരത്തിലുള്ള മാർഗവും ഇല്ലായിരുന്നു. കൂടുതൽ ആളുകളും ഈ ഒരു ബസ് ആക്സിഡന്റിൽ വെന്ത് മരിക്കുകയാണ്.